ഫെസ്റ്റിവൽ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ മുൻവർഷങ്ങളിലൊക്കെ വരാറുണ്ട്. വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. ഇവിടെ വന്ന് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചു. പിന്നെ അത് വായന എന്തായാലും വരും വർഷങ്ങളിൽ ഞങ്ങളുണ്ടാവും ഇവിടെ. പുസ്തകങ്ങൾ വായിക്കാൻ, ധാരാളം വാങ്ങിക്കാനുള്ള അവസരം, വായന വീണ്ടും വീണ്ടും വളർത്താനുള്ളൊരു അവസരം, ഇതൊക്കെ ഇങ്ങനൊരു സംരംഭത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഈ ഫെസ്റ്റിവലിലെ റോഷിനിയാണ്. റോഷിനിയോട് ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ബുക്ക് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് വായനാ പ്രേമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫെസ്റ്റിവലുകളിൽ ഒന്നാണ് KLIBF. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. ഈ വർഷവും ഈ ഒരു ബുക്കുകളെ കാണാനും നമുക്ക് പുതിയ ബുക്കുകൾ കളക്ട് ചെയ്യാനും പറ്റുന്ന ഒരു അവസരമാണ് ഈ ബുക്ക് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ടിലും ഒക്കെ കിട്ടുന്ന ഒരു അവസരമായതുകൊണ്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു അവസരമാണ് ഈ ബുക്ക് ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ. ഏകദേശം 1500 അതെ 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 നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് ബുക്ക്സ് കിട്ടും. അപ്പോൾ വായനാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറഞ്ഞ വിലയിൽ നല്ല ബുക്കുകൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണല്ലോ. ഏത് ജനറായാലും വായിച്ച് നോക്കാം, ഏത് ജോണറും വായിക്കുന്നത് ഏതായാലും നല്ലതാണ്. വായനാശീലം നിർത്തരുത്, അതേ പറയാം. എല്ലാം വെറൈറ്റി ബുക്സ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും നോക്കാം. Sir, where are you from? I'm from University of London. Yeah. I'm a professor at the SOAS, the University of London, in communication and language. Okay. How do you feel this book festival? This book festival is quite amazing. It's so wonderful to see how far it has come over 7 years. Yeah. I love it. And I think this festival is really important because reading should not just be a hobby, it's a right. Yeah. Being literate, to be able to read, to express ideas, to actually even protest. Yeah. It's extremely important. Yeah, okay. Freedom of speech, written, Yeah. read. That's beautiful. I think this is what we should be doing all the time, and we should be teaching our kids or adults to read as much as they can. Yeah, great. It's such a pleasure and a right. Oh, great sir. Thank you. അക്ഷരങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു അനുഭവമായിട്ടാണ് ഈ ഫെസ്റ്റിവൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അക്ഷരങ്ങളിലൂടെ ഉള്ള സഞ്ചാരം മാത്രമല്ല, വാക്കുകളിലൂടെ, ഭാഷയിലൂടെ, സാഹിത്യത്തിലൂടെ വലിയ ഒരു സംവേദനക്ഷമത ഇതിന് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും എഴുത്തുകാരും എല്ലാം സമ്മേളിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ തന്നെ ഒരു ഭാഗം ഇവിടെ എത്തിയിട്ടുള്ളത് പോലെ തോന്നും. പല സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ കാണുന്നുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കാണുന്നുണ്ട്, പല തലമുറയിലുള്ള ആളുകളെ കാണുന്നുണ്ട്. പല സ്റ്റേജുകളിലായി നടക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മളെ രാവിലെ മുതൽ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയിൽ ചിന്തയുടെയും ആലോചനയുടെയും വൈകാരികതയുടെയും ഒക്കെ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ തന്നെ മാറുന്ന ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ കേരള നിയമസഭ സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തകോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി ധാരാളം പുസ്തകപ്രേമികളെയും കൊണ്ട് ആകർഷിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 7ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുസ്തകം കിട്ടണമെങ്കിൽ ഏത് പ്രസാധകരുടെയും ഒരുവിധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും കിട്ടുന്ന സ്ഥലമായി നിയമസഭ മാറിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന 300-ൽ പരം സ്റ്റാളുകളിൽ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാം, ആസ്വദിക്കാം, അതൊക്കെ കണ്ട് മറിച്ച് നോക്കാം. കുട്ടികൾക്ക് പുസ്തകങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ദിവസമായതിൻ്റെ കുറച്ച് തിരക്ക് കുറവാണ്. ഈ തിരക്കിൽ നിന്ന് വളരെ മാറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തന്നെ MLA-മാരുടെ ഫണ്ടുകളൊക്കെ വിനിയോഗിക്കാറുണ്ട്. അതുമൊക്കെ കൂടെ വന്നു കഴിയുമ്പോൾ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഒരു ഘടകം അവർ ചെല്ലുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ധാരാളം ആൾക്കാർ ഇനിയും വരും. വാങ്ങുന്നുണ്ട്, വളരെ വില കുറച്ചും ബാക്കിയുള്ള പബ്ലിക്കേഷൻസിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ നന്നായിട്ട് വില കുറച്ച് കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു ഫെസ്റ്റിവലാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പുതുതായിട്ട് വരുന്ന റീഡേഴ്സിനായാലും ഓതേഴ്സിനായാലും ഇതൊരു പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേദിയാണിത്. തീർച്ചയായിട്ടും വളരെ വായന പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവരിത് നടത്തുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഏകദേശം 100-ലധികം പബ്ലിഷേഴ്സുണ്ട്. അപ്പം ചെറിയതായിട്ട് എഴുതി തുടങ്ങുന്ന എഴുത്തുകാർക്ക് മുതൽ നല്ല രീതിയിൽ എഴുതുന്ന എഴുത്തുകാർക്ക് വരെ നല്ല രീതിയിലൊരു പ്രൊമോഷൻ കിട്ടുന്ന, ഒരു ബൂസ്റ്റ് കിട്ടുന്ന ഒരു വേദിയായിട്ടാണ് ഇതിനെ ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല ഒരുപാട് ഓതേഴ്സായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റും. ചർച്ചകൾ, ആശയങ്ങളെല്ലാം നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ നേടാൻ പറ്റും. അതുവഴി നമ്മുടെ എഴുത്തിനെയും അല്ലെങ്കിൽ വായനയും നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. നന്നായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചുകൂടെ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ആക്റ്റീവ് സെഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണ നമുക്ക് കുറച്ചും കൂടി ഒരു പർട്ടിക്കുലർ ടൈപ്പ് മാത്രം അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പുതിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പഴയ എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ സെഷൻസ് കൂടി, അതൊരു ചേഞ്ച് ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ ഇത്രയൊന്നും ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും സെഷൻസും ഒന്നും ഇല്ലായിരുന്നു. പുതിയ തലമുറ ഒന്നുമില്ല, എല്ലാവരും വായിക്കുന്നവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ പ്രത്യേകിച്ചൊരു അഡ്വൈസ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് അവരവർ വായിക്കുന്നത്.
അങ്ങനെ കുറഞ്ഞു എന്ന് എനിക്കെൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴും പുസ്തകങ്ങളായിട്ട് തന്നെ വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് ഈ പറയുന്ന ഇ റീഡ് ഒത്തിരി പേര് പുറത്തൊക്കെയുള്ള ആൾക്കാർ കൂടുതലും ഇ റീഡൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരുപാട് പേര് അങ്ങനെ വായിക്കുന്നവരുണ്ട്. എന്നാലും പ്രിൻറ്റഡ് മീഡിയ അങ്ങനെ നിന്നു പോയിട്ടൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ അതിനെ വായിക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തെയും മലയാള ഭാഷയെയും വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും തീർച്ചയായിട്ടും ഇത് ഒരുപാട് പര്യാപ്തമാണ്. മലയാളത്തിൽ ഒരുപാട് സാഹിത്യ കൃതികൾ വിറ്റഴിക്കുന്നതിനുള്ളൊരു നല്ല ഇടമായിട്ട് ഈ പുസ്തകോത്സവം മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മലയാള സാഹിത്യത്തിൽ ഏറ്റവും പുതിയ പ്രവണതകളെക്കുറിച്ച് പോലുമുള്ള വളരെ ഗൗരവമാർന്ന ചർച്ചകൾക്കും ഈ പുസ്തകോത്സവം വേദിയാവുകയാണ്. നമ്മുടെ നിയമസഭാ സാമാജികർ വളരെ ഗൗരവത്തോടെ മലയാള സാഹിത്യത്തെയും ലോക സാഹിത്യത്തെയും കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ പുസ്തകോത്സവം. കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ 4th എഡിഷൻ 2026 ആണ് ഇപ്പോൾ നടക്കുന്നത്. 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ഉള്ളത്. ഇതിൽ 50,000 പരം പുസ്തകങ്ങളും 260 പബ്ലിഷേഴ്സും പങ്കെടുക്കുന്നുണ്ട്. സെയിൽസ് എല്ലാ സ്റ്റാളുകളിലും, പബ്ലിഷേഴ്സിൻ്റെ സ്റ്റാളുകളിലും സെയിൽസ് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങൾ. അതുപോലെ ഓതേഴ്സിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അവരുടെ ബുക്കുകൾ കാഴ്ചവെക്കാൻ ഇത്രയും 260 പബ്ലിഷേഴ്സ് ഒരുമിച്ച് ഒരേ വേദിയിൽ ഒത്തുചേരുന്നത് വളരെ അപൂർവമാണ്. കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ വന്നിച്ചാൽ സഭ സംഘടിപ്പിക്കുന്ന 4ാമത് അന്താരാഷ്ട്ര പുസ്തകമേള എന്തുകൊണ്ടും ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 3 അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളേക്കാൾ കുറച്ചുകൂടെ മികച്ച തരത്തിലെ സംഘാടനവും അതോടൊപ്പം തന്നെ വൈവിധ്യമാർന്ന പരിപാടികളും നടത്തുന്നതിൽ ഈ വർഷത്തെ ഫെസ്റ്റിവൽ കുറേ കൂടെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ഫെസ്റ്റിവലുകളിലും ആളുകളുടെ പങ്കാളിത്തവും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് നിയമസഭാ ഭാരവാഹികൾ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത് ഈ വർഷവും അതിൻ്റെ ആ തലത്തിൽ വലിയ ശ്രദ്ധ, കുട്ടികളുടെ ശ്രദ്ധ ഈ പുസ്തക വായനയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മയുടെ മൂല്യബോധവും അമ്മയുടെ സാമൂഹ്യ ബോധവും അമ്മയുടെ ഭിഷണയും വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ അതിൽ നിന്നെല്ലാം അറിയാതെ പ്രചോദനം ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് എന്ന ഒരു സമ്മതപത്രമാണ്, ആ ഒരു അക്നോളജ്മെൻ്റാണ് ഈ പുസ്തകം. ആ അർത്ഥത്തിൽ ഇതൊരു പുത്രൻ്റെ സമർപ്പണമാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു അമ്മയോടുള്ള സമർപ്പണം. ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും ആ അമ്മയുടെ അനുഗ്രഹമാണ് ആധാരമെന്ന് വിചാരിക്കുന്ന ഒരു മകൻ്റെ സമർപ്പണം. വയലാർ രാമവർമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം കേരളത്തിന് മുഴുവൻ അറിവുള്ളതാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അന്നത്തെ ഏറ്റവും വൈകാരികമായി നമ്മൾ കൊണ്ടാടിയ ഒരു ബന്ധമാണ് വയലാറിൻ്റെ അമ്മയും അമ്മയുടെ ഏക മകന്. മദ്രാസിലിരുന്ന് വയലാർ അമ്മയ്ക്ക് കത്തെഴുതുന്നത് വയലാറിൻ്റെ അമ്മ വയലാർ പിയോ ആലപ്പുഴയിലില്ല, മതി വേറൊന്നും വേണ്ട, കത്ത് വരും. ആ വയലാർ അമ്മയെക്കുറിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാറുണ്ട്. അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാരെ ദൈവമാണ്. ഇതാണ് കാലവും ദൈവവും ഒക്കെ അങ്ങയുടെ നിന്റെ മുന്നിൽ തപസ്സിരുന്നില്ലേ. അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ ഞങ്ങൾ മൺപാവകളായിരുന്നു. ഞാനിപ്പോൾ ജനിച്ച് വളർന്ന വലിയ ആളൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ആരാണ് വാസ്തവത്തിൽ? അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമാര് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അതാണ്. ദൈവത്തെക്കാളും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കാളും വലിയ ദൈവം അമ്മ തന്നെ എന്ന ഒരു ഉത്ബോധനം ആ കവിതയിലുണ്ട്. അതുകൊണ്ട് ഞാനത് ഇവിടെ ഓർത്തു എന്ന് മാത്രം. സോഹൻ റോയ് എന്ന് പറയുന്ന വ്യവസായി, ഭാഷാസ്നേഹി, ചലച്ചിത്രകാരൻ, സാഹസികമായി ചലച്ചിത്ര മേഖലയെ കൈകാര്യം ചെയ്യുന്നയാൾ. പഡാം 999 എന്നുള്ള ചിത്രം ഒരു ഹോളിവുഡ് തലത്തിലാണ് അത് സങ്കല്പിച്ചിരിക്കുന്നതും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിവിടെ സാധാരണ ഒരു ചലച്ചിത്രകാരനെ കൊണ്ട് സാധിക്കുന്നതല്ല. ഈ നിരയുത്തതേ മുടിപ്പവനെന്ന് പണ്ടൊരു സിനിമയുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. ആ നടത്താനുള്ള ഇച്ഛാശക്തി, അനുഗ്രഹമൊക്കെ വരുന്നത് ഈ അമ്മയെന്ന് പറയുന്ന ചൈതന്യ സ്രോതസ്സിൽ നിന്നുള്ള അദൃശ്യമായിട്ടുള്ള ഒരു സ്രോതസ്സാണത്. അത് മനസ്സിലാക്കുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് ഞാൻ വിചാരിക്കും. കസ്തൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടത്തിലൊരു അധ്യാപിക
എങ്ങനെയാണ് തികഞ്ഞ ധിഷണാബോധത്തോടെയും സാമൂഹ്യബോധത്തോടെയും തൻ്റെ കുട്ടികളെ പറ്റിയുള്ള അവബോധത്തോടെയും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്ന് ആ അനുഭവക്കുറിപ്പുകളിലൂടെ സാമൂഹ്യ ബോധത്തോടു കൂടി, ധൈഷണിക ബോധത്തോടു കൂടി തൻ്റെ കുട്ടികളെ കൈകാര്യം ചെയ്ത, ഈ സമൂഹത്തിൽ വേരുകൾ ആഴ്ത്തി നിന്ന, പുരോഗമനാശയങ്ങളോട് എന്നും ബന്ധപ്പെട്ടിരുന്ന ഒരു മാതൃകാ അധ്യാപികയായിരുന്നു തൻ്റെ അമ്മ എന്നുകൂടി ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകുന്നു. ആ വസ്തുനിഷ്ഠമായിട്ടുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഇത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും സമർപ്പണവും ഒരു കൃതജ്ഞതയുമാണ് ഈ പുസ്തകത്തിൻ്റെ ലാവണ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലൊരു ആശയം പ്രാവർത്തികമാക്കിയ സോഹൻ റോയ്ക്കും ആ ആശയം പ്രാവർത്തികമാക്കുന്നതിന് സഹായിച്ച ലിബി അക്ബറിനും ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള ധന്യത ഇവിടെ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രം, വർത്തമാനം, മാധ്യമപ്രവർത്തനം ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളെ സംബന്ധിച്ച ആകുലതകൾ, ഇപ്പോഴെത്തി നിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള വിശകലനം, ഇതെല്ലാം വിവിധ ലേഖനങ്ങളുടെ ഭാഗമായി ഈ പുസ്തകത്തിൽ കടന്നു വരുന്നത്. ഇവിടെ പരാമർശിച്ചതുപോലെ ധീരമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു വർത്തമാനകാല മുഖം എന്ന നിലയിൽ നമുക്ക് കണക്കാക്കാവുന്ന ശ്രീ പ്രബീർ പുർക്കായസ്ഥ, ഇവിടെ പരാമർശിച്ച ശ്രീ ആർ രാജഗോപാൽ, മുൻ കേരള യൂണിവേഴ്സിറ്റി പ്രൊ-VC ആയിരുന്ന ജയപ്രഭാഷ്, വിനോദ് കെ ജോസ്, സുനിൽ പി ഇളയിടം, ജോൺ ബ്രിട്ടാസ്, PN ഗോപികൃഷ്ണൻ, KA ബീന തുടങ്ങിയവരുടെ വിവിധ തലങ്ങളിലുള്ള മാധ്യമപ്രവർത്തനത്തിൻ്റെ വിവിധ തലങ്ങളെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് നാലാം തൂണിൻ്റെ പക്ഷം എന്ന പേരിൽ ചിന്ത പുറത്തിറക്കിയ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അത് മാധ്യമരംഗത്തെ ചർച്ചകളെ കൂടുതൽ സജീവമാക്കാൻ സഹായകരമാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചുട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചുട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായിടാ. KSF ഹാർമണി ചുട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.